Blessed Lamb of Calvary, for His grace so rich and free. Blessed intercession before leaving earth, BIBLE. യഹൂദന്മാരൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവരെ നമ്മൾ പരിഗണനയോടെ കാണുന്നു. പക്ഷെ അവരും യേശു ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ 1000 സ്നേഹിതന്മാരെ ഉണ്ടാകണം. പക്ഷേ യേശു അതുല്യ സ്നേഹിതൻ എന്നുള്ള ആ ചിന്തയിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോട് യേശു ആരാണെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ ശാന്ത സ്വരത്തിൽ, സാവധാന സ്വരത്തിൽ യേശു ക്രിസ്തുവാണ് ദൈവപുത്രൻ. നമ്മൾ മറ്റു ജാതിക്കാരെയോ ഭാഷക്കാരെയോ മതക്കാരെയോ ഒന്നും അവഹേളിക്കുന്നവരല്ല. ദൈവത്തിന് ജാതി മതവും ഇല്ല. വിശ്വസിക്കാത്തവർക്കും പുനരുത്ഥാനമുണ്ട്. വേദത്വം പറയുന്നു, 1000 ആണ്ട് കഴിഞ്ഞ് വിശ്വസിക്കാത്തവർ വീണ്ടും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മ, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലായിരിക്കുന്നെങ്കിലും കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തഴവ മണപ്പള്ളി തെക്ക് തറമാലയത്ത് ചെറുകര വീട്ടിലാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിച്ചൊരു 6 മാസം കഴിഞ്ഞതിനുള്ളിൽ എൻ്റെ മാതാപിതാക്കൾ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നു. അതുമാത്രം പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിൽ സൺഡേ സ്കൂളിൽ പഠിച്ച് വളരാനൊക്കെ അവസരം ഉണ്ടായെങ്കിലും എൻ്റെ 15ാമത്തെ വയസ്സിലാണ് ഞാൻ വ്യക്തിപരമായി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഓർമ്മ എനിക്കുള്ളത്. 15ാമത്തെ വയസ്സിൽ തന്നെ വിശ്വാസസ്നാനം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാനും തുടർന്ന് ഞാൻ പ്രീ ഡിഗ്രിയും BSc പഠിച്ചത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനം എൻ്റെ നേരെ വന്നിരുന്നുവെങ്കിലും എൻ്റെ BSc പഠനം കഴിഞ്ഞ് കൽക്കട്ടയ്ക്ക് പോകാനൊരു അവസരം ഉണ്ടായി. കൽക്കട്ടയിൽ വെച്ചാണ് ഞാൻ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമെന്നും സകല മനുഷ്യരുടെയും രക്ഷിതാവെന്നുള്ള ബോധ്യത്തിൽ, യേശുവിനെ അറിയേണ്ട ആളുകൾ അന്നും ഇന്നും ധാരാളം ലോകത്തിലുണ്ടെന്നുള്ള ബോധ്യത്തിൽ, കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന നിലങ്ങൾ ദൈവം എന്നെ തൻ്റെ വചനത്തിലൂടെ കാണിച്ചു. കൽക്കട്ടയിൽ വെച്ച് അവിടെയും ജനക്കൂട്ടങ്ങൾ നിരാലംബരായി ആശ്രയമില്ലാതെ കഴിയുന്ന കാഴ്ചയൊക്കെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ യുദ്ധത്തോടനുബന്ധിച്ച് അനേക ആയുധങ്ങൾ അവിടെ വന്ന് തമ്പടിച്ച് കിടക്കുന്നതൊക്കെ എന്നെ ചിന്തിപ്പിച്ചു. യേശു ക്രിസ്തുവാണ് ശാശ്വത പരിഹാരകൻ എന്നുള്ള ആ ചിന്ത നേരത്തെ എനിക്കുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനും, പാസ്റ്റർ മാർക്ക് ബെൻഡെയിൻ വിദേശ മിഷണറി കൽക്കട്ടയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ വളരെ ഊർജ്ജസ്വലതയോടെ നടക്കുന്നത് കാണുന്നതൊക്കെ എനിക്ക് ഉത്തേജനമായി തീർന്നു. കേരളത്തിൽ നിന്നുള്ളൊരു പാസ്റ്റർ CT തോമസ്, ബാബു ചായൻ, AC ജോർജ് തുടങ്ങിയവരുടെ മലയാളം കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ കൽക്കട്ടയിൽ വെച്ചാണ് ഞാൻ 1971 ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് തീരുമാനമെടുക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വാത്സല്യ പിതാവ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. ദൈവം നിന്നെ വിളിക്കുന്നെങ്കിൽ ദൈവം നിൻ്റെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരുള്ള SABCയിൽ ചേർന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള അവസരം എനിക്കുണ്ടായി. അതിനു മുമ്പ് തന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ പാസ്റ്റർ TM എബ്രഹാം വിദ്യാഭ്യാസമുണ്ടായി ഒരു സ്കൂളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് വേണ്ടി വിളിയുണ്ടായി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം തിരിഞ്ഞു. അദ്ദേഹമാണ് പിന്നീട് നാഗ്പൂരിൽ പയനിയർ വർക്ക് ചെയ്ത് അനേകരെ ദൈവത്തെങ്കിലേക്ക് ആകർഷിച്ച TM എബ്രഹാം കുടുംബം. ഇന്ന് നാഗ്പൂരിൽ അനേക ദൈവമക്കളുടെ പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ഒരു വിശ്വാസം പോലും ഇല്ലാതിരുന്ന സമയത്ത് അവിടെ പോയി പ്രവർത്തിച്ച ഓർമ്മകൾ, മിഷണറി സ്പിരിറ്റ് എന്നിൽ ഉളവാക്കുവാനിടയായിത്തീർന്നു. അതേ നാട്ടിൽ വരുന്ന സമയത്ത് പലപ്പോഴും ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിട്ട് എന്നെ കൊണ്ട് തർജ്ജമ ചെയ്യിക്കുമായിരുന്നു. എനിക്കതൊരു ആരംഭ ഉത്തേജനമായിരുന്നു. പിന്നീട് എൻ്റെ പ്രവർത്തന സ്ഥലത്ത് അനേക ദൈവദാസന്മാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്കത് പ്രചോദനമായി തീർന്നു.
റെവറൻ സോർബോ കുടുംബം, ഡേവിഡ് ഗ്രാൻഡ്, അതുപോലെ തന്നെ മിറക്കിൾ ലൈഫ് ക്രൂസൈഡ് നടത്താൻ ട്രിവാൻഡ്രത്ത് വന്ന ടീം, ഫ്രാൻ നെൽസൺ ടീമിൻ്റെ അനേക മിഷണറിമാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ലഭിച്ച അവസരങ്ങൾ, ട്രെമണ്ട് ആർ തോം, CR ജോൺസൺ, ഫ്രാൻ നെൽസൺ, പിന്നീട് ക്രൂസൈഡ് നടത്താൻ വന്ന റോജർ ഹോസ്മ തുടങ്ങിയവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വേലയിൽ പങ്കാളിയാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. പുത്രിക്കണ്ടം മൈതാനത്തും കാഞ്ഞിരകുളം PK സ്റ്റേഡിയത്തിലും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലും കടൽ തീരത്തേക്കുള്ള ക്രൂസൈഡുകളിൽ ദൈവത്തിൻ്റെ ദാസന്മാരോട് ചേർന്ന് പങ്കാളിത്തം വഹിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചത് ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കാറുണ്ട്. ഞാൻ SABCയിലെ പഠിത്തം കഴിഞ്ഞപ്പോൾ സ്ഥിരമായി തിരുവനന്തപുരത്ത് വന്ന് പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ PD ജോൺസണും റെവറൻ സോർബോ വന്ന് മലയാളം ഡിസ്ട്രിക്റ്റിലെ സൗത്ത് ഇന്ത്യയിലെ മിഷണറി ആയിരുന്നു ട്രിവാൻഡ്രം കേന്ദ്രമാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് 1973 മുതൽ സ്ഥിരമായി വന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായി. പ്ലാമൂട്ടിലെ എൻഡോഴ്സ് ബിൽഡിങ്ങിൻ്റെ പണിയിൽ സോർബോ സാഹിബിനോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച് ഞാൻ ഓർക്കാറുണ്ട്. അന്ന് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ എല്ലാ പഴയ സഭകളും, അന്ന് 22 സ്റ്റേഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഏകദേശം 300 ചില്ലുവാനും സഭകളുണ്ട്. അതുപോലെ സദേൺ ഡിസ്ട്രിക്റ്റിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ അസംബ്ലീസ് ഗോഡ് സഭ സന്ദർശിക്കാനൊക്കെയുള്ള അവസരം റെവറൻ സോർബോയുടെ കൂടെ ലഭിച്ചത് ഞാൻ ഇന്നും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. പാസ്റ്റർ ജോൺസൺ എന്നെ കാരേറ്റ പ്രവർത്തനത്തിന് വേണ്ടി പറഞ്ഞു വിട്ടത് ഓർക്കുന്നു. കാരേറ്റ പ്രവർത്തനം തുടങ്ങി വെക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. പിന്നീട് കിളിമാനൂരിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു. 1975 നാലഞ്ചര സഭയ്ക്ക് ഒരു പാസ്റ്ററെ ആവശ്യമായി വന്നപ്പോൾ എന്നെ നാലഞ്ചരയിലോട്ട് പാസ്റ്റർ ജോൺസൺ ഡയറക്റ്റ് ചെയ്തു. പാസ്റ്റർ AC സാമുവൽ എന്ന മഹാനായ വ്യക്തി വന്ന് തുടങ്ങിയ പ്രവർത്തനമായിരുന്നു നാലഞ്ചരയിലെ പ്രവർത്തനവും. തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരം മേഖലയ്ക്കും മലയാളം ഡിസ്ട്രിക്റ്റിനും SIAGക്ക് നേതൃത്വം നൽകിയ പാസ്റ്റർ AC സാമുവൽ, അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ഞാനും എൽസാം സാറിനും കൂടി ചേർന്നൊരു ജീവചരിത്ര പുസ്തകം പ്രസിദ്ധീകരിക്കാനൊക്കെ ദൈവം സഹായിച്ചു. ഞാൻ നാലഞ്ചര ഇന്നിപ്പോൾ മണ്ണന്തലയിലെ പ്രവർത്തനം പുതുതായി തുടങ്ങി വെക്കാൻ ദൈവയുടെയാക്കി തീർത്തു. അങ്ങനെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ അനേക സഭകൾ സന്ദർശിച്ച ഓർമ്മകൾ, ആദ്യകാല സഭകളായ കൊണ്ണിയൂർ, നെടുങ്കുഴി, പറണ്ടോട്, തെക്കൻ ഡിസ്ട്രിക്റ്റിലെ പ്ലാന്തോപ്പ്, കളിക്കാവിള, ആറാട്ടുകുഴി തുടങ്ങിയ സഭാപ്രവർത്തനങ്ങളൊക്കെ ഇന്നും എൻ്റെ ഓർമ്മയിൽ വരാറുണ്ട്. ഇന്നും ആ പ്രവർത്തനങ്ങളൊക്കെ മുഖാന്തരമായ അനേക പുതിയ സഭകൾ ഉടലായി തീർന്നു. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല, സദേൺ ഡിസ്ട്രിക്റ്റിലും കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലും നൂറുകണക്കിന് സഭകൾ ഇന്നുണ്ട്. ഞാനും ബഥേൽ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച N. പീറ്റർ ഇപ്പോൾ സദേൺ ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ത്യാഗപൂർവം പ്രവർത്തിച്ച കർത്താവിൻ്റെ ദാസന്മാരോട് ചേർന്ന് പങ്കാളിത്തം വഹിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. ഞാൻ SABC പഠിച്ചപ്പോൾ എൻ്റെ കൂടെ ക്ലാസ്മേറ്റായിട്ട് പഠിച്ച മാന്യ അദ്ദേഹമാണ് പാസ്റ്റർ D. മോഹൻ. അദ്ദേഹം പിന്നീട് അസംബ്ലീസ് ഗോഡിൻ്റെ ആൾ ഇന്ത്യ തലത്തിലെ ലീഡറാകാനും ഇപ്പോൾ തന്നെ വേൾഡ് AG ഫെലോഷിപ്പിൻ്റെ ചെയർമാനായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്കൊരു ക്ലാസ്സിൽ പഠിക്കാൻ അവസരം ലഭിച്ചു. ഡോക്ടർ AC ജോർജ്, TC ജോർജ്, ഡോക്ടർ ജോൺ താന്തികൽ, ബെഞ്ചമിൻ ഷിൻഡെ, റൊണാൾഡ് ഷാ തുടങ്ങിയവരുടെ പഠിപ്പിക്കലൊക്കെ, പാസ്റ്റർ PA ഫിലിപ്പ് തുടങ്ങിയവരെയൊക്കെ ഇന്ന് ഞാൻ ഓർക്കാറുണ്ട്. അവർക്ക് എൻ്റെ ക്ലാസ്സിൽ വിവിധ വിഷയങ്ങൾ പഠിപ്പിച്ചത് ഞാൻ ഇന്ന് ഓർക്കാറുണ്ട്. മഹാന്മാരായ എൻ്റെ കൂടെ പഠിച്ച SABCയിലെ അനേകർ ഇന്ന് നേതൃത്വത്തിൽ വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും കർത്താവിന് വേണ്ടി ശോഭിക്കുന്നു. പാസ്റ്റർ കോച്ചി വൈദ്യൻ, പാസ്റ്റർ TJ സാമുവൽ, IPCയിലെ ലീഡറായിത്തീർന്ന ജേക്കബ് ജോൺ തുടങ്ങിയവരൊക്കെ SABCയിലെ കണ്ടംപററിയാണ്. നേപ്പാളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എസെക്കിയേൽ തനിക്ക് ദൈവീയ ദർശനം കിട്ടിയപ്പോൾ SABC വന്ന് പഠിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് ട്രിവാൻഡ്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കാനായി, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കാനായി ടീമായിട്ട് വന്ന് പ്രവർത്തിച്ചത്
അന്ന് വടക്കേന്ത്യയിലെ സഹോദരന്മാരും കേരളത്തിൽ നിന്നുള്ള PG ഡാനിയൽ, PK സാമുവൽ തുടങ്ങിയവരൊക്കെ ഞങ്ങൾ ടീമായിട്ട് ഒരുമിച്ച്, കോശി വൈദ്യൻ തുടങ്ങിയവർ ഒരുമിച്ചൊക്കെ പ്രവർത്തിച്ചത് ട്രിവാൻഡ്രത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒന്ന് സഭ സന്ദർശിച്ചു. പിന്നീട് ഞാൻ ദൈവത്തിൻ്റെ അറിവാൽ ട്രിവാൻഡ്രത്ത് സ്ഥിരമായി താമസിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള വഴി ദൈവം ഉണ്ടായി. 1980 ഞാൻ വിവാഹിതനായിത്തീരുന്നത്. പിറവന്തൂർ അലിമുഖത്ത് അസംബ്ലീസ് കോഡ് ചർച്ചിലെ അസംബ്ലീസ് കോഡ് കുടുംബാംഗം മോനിക്കുട്ടിയാണ് എൻ്റെ സഹധർമ്മിണി. വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് ട്രിവാൻഡ്രത്ത് ജോലി പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടായി. എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, പ്രയോജനം വരും എന്നൊക്കെയുള്ള ചിന്ത എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ ആ അവസരങ്ങളൊന്നും നിരസിക്കാതെ അതൊക്കെ പിന്നീട് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. 4-5-11 കൊല്ലം ഞാൻ പാസ്സായിട്ടിരുന്നതിന് ശേഷം എനിക്ക് എൻ്റെ സഹോദരന്മാർ അമേരിക്കയിൽ ഉണ്ടായതുകൊണ്ട് അമേരിക്കയിൽ പോകാനൊരു അവസരം എനിക്കുണ്ടായി. പക്ഷേ ഇന്ത്യ ഒരു മിഷൻ ഫീൽഡ് എന്നുള്ള ചിന്തയിൽ അന്നും ഇന്നും എന്നെ ഭരിച്ചതുകൊണ്ട് ഞാൻ ലഘു സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയും ഞാൻ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് തന്നെ 1984 മുതൽ ഡോക്ടർ ജോൺ താന്തികൽ സാറിൻ്റെ ഇൻസ്പിറേഷൻ മുഖാന്തരം ബഥേൽ ബൈബിൾ കോളേജിൽ ഒരു പാർട്ട് ടൈം അധ്യാപകനായി ഞാൻ ചേർന്നു. അതിനു മുമ്പ് തന്നെ ഡോക്ടർ C കുഞ്ഞമ്മൻ, ഏൾ സ്റ്റെപ്സ് തുടങ്ങിയവരെന്നെ ബഥേൽ പഠിപ്പിക്കാനായിട്ട് വിളിച്ചുവെങ്കിലും അന്നത്തെ കാലത്ത് സെക്കുലാർ ഡിഗ്രിയും അതോടൊപ്പം ആത്മീയമായ പഠനമുള്ള ഒരു ചുരുക്കമായിരുന്നുള്ളതുകൊണ്ട് എന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നാൽ ഞാൻ നീട്ടി വെച്ചെങ്കിലും ഡോക്ടർ ജോൺ താന്തികലിൻ്റെ ശ്രമം മുഖാന്തരമാണ് 1984 ഞാൻ ബഥേൽ ബൈബിൾ കോളേജിൽ പാർട്ട് ടൈം ചേർന്നു. 100 കണക്കിന് യുവ സഹോദരങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ശുശ്രൂഷയിൽ പങ്കാളിത്തം ഉണ്ടാകാൻ എനിക്കത് ഇടയാക്കി തീർത്തു. ഞാൻ ക്ലാസ്സിൽ കണ്ടുമുട്ടിയ അനേക ചെറുപ്പക്കാർ ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നെന്ന് അറിയുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിലനിൽക്കുന്ന ഫലങ്ങൾ അവരിൽ കൂടെയൊക്കെ ഉണ്ടായി കാണുന്നത് ദൈവനാമ മഹത്വത്തിനായി തീരുന്നു. ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവർ വടക്കേന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ദൈവത്തിന് വേണ്ടിയുണ്ട്. എനിക്ക് അസംബ്ലീസ് കൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് ബഥേൽ ബൈബിൾ കോളേജിലെ അധ്യാപകർ, അന്നത്തെ മിഷണറിമാർ ഗിൻമദാമിയും ഗ്രേൻമദാമിയും തഴവ മണപ്പള്ളിയിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ സന്ദർശിച്ചത് ഓർക്കുന്നു. യോഗം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നതും സമയം ചെലവഴിച്ചതും ഓർക്കാറുണ്ട്. C കുഞ്ഞമ്മൻ സാറ്, അതുപോലെ MS മത്തായി സാറ്, KM ചാക്കോ, MC ജേക്കബ് സാറ്. MC ജേക്കബ് സാറിൻ്റെ പിതാവ് MC ചാക്കോ എന്ന അദ്ദേഹം പടിഞ്ഞാറൻ സെൻറ്ററിൻ്റെ പാസ്സായിരുന്നപ്പോൾ അദ്ദേഹമാണ് എന്നെ സ്നാനപ്പെടുത്തിയത് 1964. ഞാൻ ഡോക്ടറേറ്റ് എടുത്തതും ഒരു അതിശയമാണ്. ഞാൻ SABC 2 കൊല്ലം പഠിച്ചു. എനിക്ക് BSc കോഴ്സ് ഉണ്ടായതുകൊണ്ട് BRE 2 കൊല്ലത്തെ കോഴ്സ് ഫാസ്റ്റർ D മോഹൻ ഞങ്ങളെ ഒരുമിച്ച് പഠിച്ചു. ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ ഞാൻ ആ കാലത്തെ ബെസ്റ്റ് സ്കോളറായിരുന്നു, SABCയിലെ സ്കോളറായിരുന്നു. എനിക്ക് സമ്മാനമൊക്കെ തന്ന ഓർമ്മ. ജോർജ് സാറ്, AC ജോർജ് സാർ എൻ്റെ പേരൊക്കെ പറയുന്നത് സ്കോളാസ്റ്റിക് അച്ചീവ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സാറിനോട് പറഞ്ഞു, നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു യൂണിവേഴ്സിറ്റി നിനക്ക് റെക്കമെൻഡ് ചെയ്യാം. ഗോർഡൻ കോൺവെൽത്ത് തിയോളജിക്കൽ സെമിനാരി അഡ്വാൻസ് ടീച്ചിങ് നൽകുന്ന ഒരു കോളേജാണിത്. ഞാനിങ്ങനെ ട്രിവാൻഡ്രത്ത് പ്രവർത്തനത്തിനായിട്ട് വന്ന് ട്രിവാൻഡ്രത്ത് ഇരുന്നുകൊണ്ട് ഞാൻ MA പ്രൈവറ്റായിട്ട് പഠിച്ചു. സനാംപൂരിൻ്റെ BD പ്രൈവറ്റായിട്ട് കണ്ണമൂല കേന്ദ്രമാക്കി പഠിച്ചു. MAയും BDയും BSc ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ആളുകൾക്ക് കാർഡ് കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഈ ഡിഗ്രിയൊക്കെ ഒന്ന് എഴുതി വെക്കുമായിരുന്നു. അമേരിക്കയിൽ നിന്ന് 2 സായിപ്പന്മാർ ഒരു സെമിനാർ നടത്താൻ വന്നേച്ച് എൻ്റെ ഡിഗ്രി കണ്ടേച്ച് പറഞ്ഞ്, നിനക്ക് ഇത്രയും ഡിഗ്രി ഉണ്ടല്ലോ, ഡോക്ടറേറ്റ് പഠിക്കാൻ ഇപ്പോൾ ഫ്ലെക്സിബിൾ പ്രോഗ്രാം അമേരിക്കയിലുണ്ട്. അവർ ഈ ഗോർഡൻ കോൺവെന്റിൻ്റെ പേര് മെൻഷൻ ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ AC ജോർജ് സാറ് പറഞ്ഞ ഈ കാര്യം അന്നേരം എനിക്ക് ഓർമ്മയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, ഫ്ലെക്സിബിളായിട്ട് പ്രോഗ്രാം, ഞാൻ കൂടുതൽ സമയം ഇന്ത്യയിലാണ് ചെലവഴിക്കുന്നത്, അങ്ങനെ ഫ്ലെക്സിബിളായിട്ടുള്ള പ്രോഗ്രാമെല്ലാം ആണെങ്കിൽ ട്രൈ ചെയ്യാം. അവർ തന്നെ പോയി എനിക്ക് ഫോം വാങ്ങിച്ച് അയച്ചു തന്നു. ഒരാൾ എനിക്ക് റെക്കമെൻഡ് ചെയ്തു. അന്ന് ഈ ഹാബിൽ സാറുള്ള സമയമായിരുന്നു. ഹാബിൽ സാറ് ഒരു ഫോം ഫില്ല് ചെയ്തു, PS ഒരു ഫോം ഫില്ല്. അങ്ങനെ റെക്കമെൻഡേഷനോടെ ഞാൻ അയച്ചു. AC ജോർജ് സാറ് വന്ന് എൻ്റെ നേരത്തെയുള്ള സർട്ടിഫിക്കറ്റ്, BDയുടെ സനാംപൂരിൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും മറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ അദ്ദേഹം വാങ്ങിച്ചു കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്.
അങ്ങനെ അദ്ദേഹം അത് അയച്ചു ദൈവം ഒരു റെക്കമെൻഡേഷൻ തന്നു. അങ്ങനെ ഗോർഡൻ കോൺവെന്റ് എന്ന് 30 കൊല്ലത്തിന് മുമ്പ് കേട്ട ആ കോളേജിൽ ഫ്ലെക്സിബിളായിട്ട് പഠിക്കാൻ ഞാൻ അവിടെ 3 റെസിഡൻസി പ്രോഗ്രാമിന് പോയി. അതൊക്കെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ദൈവം അത്ഭുതകരമായിട്ട് ഉള്ള യാത്രയാണ്. ഞാൻ അവിടെ ചെന്ന് ഇവിടെ അമേരിക്കയിലുള്ള ഒരു ഫാമിലി അന്വേഷിച്ചപ്പം അതിനടുത്ത് കുറച്ച് ദൂരം താമസിക്കുന്ന ഒരു ഫാമിലിക്കാർ പറഞ്ഞു, സാറെന്തിനാ കോളേജിൽ താമസിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇവിടുന്ന് ട്രെയിനുണ്ട്, ട്രെയിനിൽ പോയി പങ്കെടുക്കാവുന്ന ദൂരമാണ് എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. തിരുവനന്തപുരത്തുകാർ ഒരു സൂസൻ ജേക്കബാണ്. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വീടിൻ്റെ അടുത്തൂടെ ട്രെയിൻ പോകുന്നത്, ട്രെയിനിൽ കയറി ചെന്നിറങ്ങി. ആദ്യത്തെ ദിവസം ചെന്നിറങ്ങി ഗോർഡൻ കോൺവെന്റ് അന്വേഷിച്ചപ്പം ഒരു ഫാമിലി അവിടെ നിൽക്കുന്നു. അവരവരുടെ കൊച്ചിനെ ട്രെയിൻ കാണിക്കാനായിട്ട് വന്നതാണ്. അതിനെന്താ ഞാൻ കൊണ്ടുവിടാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഗോർഡൻ കോൺവെന്റിൽ കൊണ്ടുവിട്ടു. നമ്മളന്ന് ടാക്സി എടുത്തോ ഒറ്റ പോകാതെ ദൈവം ഒരുക്കിയ വഴിയില്ലേ. അങ്ങനെ അവരുടെ റെസിഡൻസിയിൽ പ്രസിദ്ധനായ പ്രൊഫസർ കെന്റ് എഡ്വേർഡ്സ്, അതുപോലെ വേറെ ഒരു അറിയപ്പെടുന്ന ഒരു പ്രൊഫസറൊക്കെ ആയിരുന്നു അവിടുത്തെ മെയിൻ ടീച്ചേഴ്സ്. അവരുടെയൊക്കെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു. അങ്ങനെ 3 പ്രാവശ്യം റെസിഡൻസി എടുത്തേച്ച് തിസിസ് എഴുതി കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ എൻ്റെ തിസിസ് എഴുതി, ഞാൻ ഇവാഞ്ചലിസ്റ്റ് വേദിയിൽ പഠിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് ഇവാഞ്ചലിസ്റ്റെ ഫോക്കസ് ചെയ്ത് ദ പവർ ഓഫ് പേഴ്സണൽ ആൻഡ് സ്മാൾ ഗ്രൂപ്പ് ഇവാഞ്ചലിസം ടു സ്റ്റിമുലേറ്റ് ചർച്ച് ഗ്രോത്ത്. വ്യക്തികളോടും ചെറിയ സമൂഹത്തോടും സംസാരിക്കുന്ന മുഖാന്തരം അത് സഭാ വളർച്ച എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നുള്ള ടോപ്പിക്കിൽ എൻ്റെ തിസിസ് ഞാൻ എഴുതി. 2018 ഗോർഡൻ കോൺവെന്റിൽ നിന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ മോള് പഠിക്കാനായിട്ട് അമേരിക്കയിൽ പോയി. അവൾ 9 മണിക്കൂർ എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്തു. പോയ വഴിക്ക് മത്തായി സാറിനെയൊക്കെ കാണാനിടയായി തീർന്നു. ന്യൂയോർക്ക് വഴി പോയി അങ്ങനെ ആ ഗ്രാജുവേഷന് പങ്കെടുക്കാൻ. എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ എനിക്ക് പിന്നീട് ആശ്വാസമായി തീർന്നു. ജോൺസി അവിടെ പഠിക്കാൻ പോയി. അവർക്കൊക്കെ അവിടെ പോകാൻ അവസരം കിട്ടിയത് ദൈവം ഒരുക്കിയ വഴികളായിരുന്നു. ഞാൻ 4-5 പാസ്റ്ററായിരുന്നു. അതിനുശേഷം പേരൂർക്കട പാസ്റ്ററായിരുന്നു, ആനേറ പാസ്റ്ററായിരുന്നു. ആനേറയിൽ നിന്ന് ഇപ്പോൾ കരകുളം പഞ്ചായത്തിലുള്ള ഏണിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 10 വർഷമായി സഭാ ശുശ്രൂഷ ചെയ്യുന്നു. അതിൻ്റെ കൂടെ ബഥേൽ ബൈബിൾ കോളേജിൽ പാർട്ട് ടൈമായിട്ട് 36 കൊല്ലം ശുശ്രൂഷിക്കാനുള്ള അവസരം ലഭിച്ചു. 2020 ഞാൻ സജീവമായ ബൈബിൾ കോളേജ് ശുശ്രൂഷയിൽ വിരമിച്ചു. പ്രായമൊക്കെ ആയതുകൊണ്ട് ബസ് കയറി കാർ ഓടിച്ചുമൊക്കെ ബഥേൽ ബൈബിൾ കോളേജിൽ പോയ ഓർമ്മകൾ, 100 കണക്കിന് ചെറുപ്പക്കാരെ സന്ദർശിക്കാനും ഇടപെടാനും കഴിഞ്ഞതും. ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തായിട്ട് ഓർമ്മയില്ല. യേശു നല്ല ചെയ്യുന്നുള്ള കോറസോ മറ്റു കോറസോ ഒക്കെ പാടിപ്പിച്ച് കേൾപ്പിച്ചതൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. എന്നാൽ റിലീജിയൻ അല്ല വേണ്ടത്, റിലേഷൻഷിപ്പാണ് വേണ്ടത്. ആ റിലേഷൻഷിപ്പ് സാധിപ്പിക്കാൻ ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു. എല്ലാവരുടെയും ദൈവം ഒരു ദൈവമാണ്. എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും നൽകുന്ന ഒരു ദൈവമാണ്. പിശാച് ആർക്കും ഒരു നന്മയും ചെയ്യത്തില്ല, അവൻ ദോഷം ചെയ്യുന്നവനാണ്. എന്നാൽ പിശാചിനെ തോൽപ്പിച്ച ഒരേ ഒരുവനുണ്ട്, യേശു ക്രിസ്തുണ്ട്. ആ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ യേശു നമ്മളെ സഹായിക്കും. പിശാചിനോട് എതിർപ്പിന് അവനിട്ട് ഓടിപ്പോവും. യേശു നമ്മളെ സഹായിക്കാറുണ്ട്. യേശു നമ്മുടെ രക്ഷിതാവാണ്, നമ്മുടെ സ്നേഹിതരാണ്, നമ്മുടെ സഹായകനാണ്, നമ്മുടെ ദൈവമാണ്. അവനെ നമ്മൾ നേരിട്ട് കാണും. ഇന്ന് നമ്മൾ അവനെ കാണുന്നില്ലെങ്കിലും അവനെ നമ്മൾ നേരിട്ട് ഒരു ദിവസം കാണുമെന്നുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത്. ഈ പ്രത്യാശയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ പിന്നെയും സഹായിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ 2001 ഏറ്റവും വലിയ സഭ അംഗത്വമുള്ള കൊറിയയിൽ പോകാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ദക്ഷിണ കൊറിയയിലെ സിയോൾ പട്ടണത്തിലാണ്. 10 ലക്ഷം പേരൊക്കെ ഒരുമിച്ച് കൂടി അവിടെ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. 2001 ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന വഴിക്ക് അവിടെ ഇറങ്ങാനും 10 ദിവസം അവിടെ താമസിക്കേണ്ടത്. ഞാനവിടെ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയാണ് പക്ഷേ പി ഡി ജോൺസന്റെ സഹോദരിയുടെ മകൾ ഗ്രേസ് ഡേവിഡ് അന്നൊരു പ്രത്യേക കോഴ്സിന് PhD കോഴ്സിന് അവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ വെച്ച് കാണാനിടയായി തീർന്നു. പോളിയോങ്ങിച്ചോട് ചർച്ചിലെ ഒരു പെന്തക്കോസ്ത് സൺഡേയിലായിരുന്നു ഞാൻ സന്ദർശിച്ചത്. ജൂൺ 4 തോന്നുന്നു.
പെന്തക്കോസ്തിനെ കുറിച്ച് അദ്ദേഹം ശാന്തമായി സംസാരിച്ച് ഞാൻ ഇന്ന് ഓർക്കുന്നു. 10,000-30,000 പേര് കൂടാവുന്ന ഒരു ഹാളില് ആദ്യത്തെ സർവീസ് കഴിയുമ്പോഴേ അടുത്ത സർവീസിന് വേണ്ടി ആളുകൾ കയറിയിരിക്കാനായിട്ട് സിനിമാ തിയേറ്ററിലൊക്കെ ആളുകൾ നിൽക്കുന്ന പോലെ വന്ന് നേരത്തെ നിൽക്കുന്ന കാഴ്ചയൊക്കെ എന്നെ ആശ്ചര്യപ്പെടുത്തി. എനിക്ക് അവിടെ തന്നെ താമസിക്കാനൊക്കെ ഒരു സൗകര്യമൊക്കെ ഉണ്ടായി. അവരുടെ കൂടെ പ്രാർത്ഥനാ മൗണ്ടൻ സന്ദർശിക്കാനും ചെറിയ ചെറിയ റൂം അവിടെ ഉണ്ടാക്കിയിട്ട് ഒരാളിനും മാത്രം കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രെയർ മൗണ്ടൻസ് സന്ദർശിക്കാനും ഒക്കെ എനിക്ക് ദൈവമിടയാക്കി തന്നു. ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കൂടി വന്ന ജനത്തോട് സംസാരിക്കാനുള്ള അവസരം മെയിൻ ഹാളിലല്ല, ഒരു സബ്സിക്വൻ്റ് ആയിട്ടുള്ള ചെറിയ ഒരു ഹാളിൽ കൂടി വന്ന് മീറ്റിംഗിൽ ജനത്തോട് സംസാരിക്കാനും യെശയ്യാ 40 നാം കാത്തിരിക്കുന്ന ദൈവം ആരാണ്? They that wait upon the Lord shall renew their strength എന്നുള്ള കോറസ് പാടി കേൾപ്പിക്കാനും 40-ാം അധ്യായത്തിലെ ദൈവം എത്ര വലിയവനാണ്, യെശയ്യാ 40-ാം അധ്യായത്തിലെ ദൈവം എത്ര വലിയവനാണെന്ന് ഓർക്കാനും ഓർപ്പിക്കാനും എനിക്കിടയായിത്തീർന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിച്ച എൻ്റെ പടവും അവരുടെ ഭാഷയിൽ അച്ചടിച്ച പേപ്പറും കൂടെ എനിക്ക് ഇവിടെ അയച്ചെന്ന് എനിക്ക് ആശ്ചര്യമായിട്ട് തോന്നാറുണ്ട്. അവരത് ശ്രദ്ധിച്ചു, അവരത് സൂക്ഷിച്ച് വെച്ചിട്ട് അവരത് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. അതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പഴയ പേപ്പറുകളുടെ കൂട്ടത്തിൽ ഇവിടെയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ കൊറിയ സന്ദർശിക്കാൻ കഴിഞ്ഞ് കേരളത്തിലെ പലർക്കും സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ദൈവം അങ്ങനെ ഒരു അവസരം തന്നെ, ഞാൻ അനേക നാളത്തെ ആഗ്രഹം മുഖാന്തരമാണ്. പോളിയോങ്കിച്ചോയെ പിന്നീട് മദ്രാസ് വെച്ച് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അസംബ്ലി കൊണ്ട് 100-ാം വാർഷികത്തിൽ പാസ്റ്റർ ഡി മോഹൻ്റെ മീറ്റിങ്ങിൽ സിംഗപ്പൂരിൽ വെച്ചാണ് ഞാൻ ആദ്യം പാസ്റ്റർ ജോൺസണും TJ സാമുവലും ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തപ്പം പോളിയോങ്കിച്ചോയെ സിംഗപ്പൂരിലെ കോൺഫറൻസ് സ്റ്റേഡിയത്തിൽ നടന്ന മീറ്റിങ്ങിലാണ് പോളിയോങ്കിച്ചോയെ അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞത്. അസംബ്ലി കൊണ്ട് ആദരണീയ ലീഡർ തോമസ് സിമ്മർമാൻ അന്ന് വേൾഡ് പെന്തിക്കോസ്റ്റൽ ചെയർമാൻ്റെ ഫെലോഷിപ്പിൻ്റെ ചെയർമാനായിരുന്നു. പാസ്റ്റർ ജോൺസൺ ഞങ്ങളിങ്ങനെ ശ്രീലങ്ക വഴി സിംഗപ്പൂരിൽ പോയ ഓർമ്മയൊക്കെ ഇപ്പോഴും എനിക്കുണ്ട്. 30-35 കൊല്ലത്തിന് മുമ്പാണ്. ലോകത്തിൻ്റെ പല രാജ്യങ്ങൾ, ജർമ്മനിയിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബാല്യകാലത്തിലെ മാർട്ടിൻ ലൂതറിൻ്റെ ആ സ്ഥലത്തുനിന്ന് പോകണമെന്ന്. അദ്ദേഹം 95 പ്രസ്താവന അടിച്ച് ഒരു പള്ളിയുടെ മുമ്പിൽ തറപ്പിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ബാല്യകാലത്ത് സൺഡേ സ്കൂൾ പഠിച്ച സമയത്തൊക്കെ കേട്ട് ദൈവം എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു. തിരുവനന്തപുരത്തുകാരനടുത്ത് ഒരു നെൽസൺ എന്ന് പറയുന്ന ജർമ്മനിയിലായിരുന്നു. അദ്ദേഹം അവിടെ ഒരു സെമിനാർ നടത്തുന്നപ്പോൾ എന്നെ അറിയിച്ചു. ഞാൻ അങ്ങനെ ജർമ്മനിയിൽ പോയി ഒരാഴ്ചത്തെ 5 ദിവസത്തെ സെമിനാറിൽ പങ്കെടുത്തേച്ച് ജർമ്മനിയിൽ ചെന്നല്ലേ എങ്ങനെയാ വിറ്റൻബർഗ് ഏരിയയിൽ പോകുന്നത്. കോൺഫറൻസ് ആളുകളോട് ഞാൻ ചോദിച്ചു വിറ്റൻബർഗ് ഭാഗത്ത് പോകാൻ മാർഗം എന്നാണ്. അവൻ അന്വേഷിച്ച് പറഞ്ഞു അവിടുന്ന് 7 മണിക്കൂർ യാത്ര ചെയ്ത ഒരു പാർച്ച് വന്നിട്ടുണ്ട്, നിനക്ക് പരിചയപ്പെടാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടും. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ 7-8 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി രാത്രി താമസിച്ച് 2 ദിവസം അവിടെ താമസിച്ചു. അദ്ദേഹം എന്നെ വിറ്റൻബർഗിൽ മാർട്ടിൻ ലൂതർ സന്യാസിയായി പ്രവർത്തിച്ച സ്ഥലത്തും പിന്നീട് അദ്ദേഹം പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ച വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റി ആ 95 പ്രസ്താവന അടിച്ച് ഇറങ്ങി ഇന്നും അത് ആ പള്ളി അവിടെയുണ്ട്. അങ്ങനെ ആ സ്ഥലങ്ങൾ ഇതിൻ്റെ നമ്മളെ ഓർപ്പിക്കുന്നത് വേദപുസ്തക സത്യത്തിന് വേണ്ടി നിലനിന്ന മാർട്ടിൻ ലൂതർ റോമാലേഖനം വ്യാഖ്യാനമായിരുന്നല്ലോ അദ്ദേഹത്തെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിച്ചത്. വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്, കർമ്മപ്രവർത്തിയല്ല. മനുഷ്യൻ ഒരു കർമ്മവും ചെയ്താൽ ആ കർമ്മത്താലൊന്നും നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ അവനെ സൗജന്യമായി നീതീകരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അത് വിശ്വസിച്ച് ദൈവപുത്രൻ വഹിച്ച കാൽവറി മരണത്തെ വിശ്വസിച്ചാൽ സൗജന്യമായി നീതീകരിക്കപ്പെടാൻ കഴിയുമെന്നുള്ള പഠിപ്പിക്കലാണല്ലോ ക്രിസ്തീയ ലോകത്തെ പിന്നീട് ചലിപ്പിക്കാനിടയായിത്തീർന്ന റോമാലേഖനത്തിൻ്റെ പ്രത്യേകതയൊക്കെ. അങ്ങനെ മാർട്ടിൻ ലൂതറിൻ്റെ സ്ഥലത്തും പോകാൻ കഴിഞ്ഞത് ഞാൻ അടുത്ത സമയത്ത് ഒന്നും ഓർക്കാത്തൊരു ചരിത്രമാണ്. ഇപ്പം ഇങ്ങനെ ഓർത്തപ്പം ഈ വീക്ഷണത്തിൽ എനിക്ക് പറയാൻ ലഭിച്ച അവസരം ഓർക്കുകയാണ്. ദൈവം എല്ലാം സാധിപ്പിച്ചു. ആ സ്ഥലങ്ങളിലൊക്കെ പോകാനും ട്യൂബിംഗന് പിന്നീട് ട്യൂബിംഗൻ, ബെർലിൻ ജർമ്മനിയുടെ പല പട്ടണങ്ങളും സന്ദർശിക്കാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതൊക്കെ ഓർമ്മയാണ്, അനുഭവങ്ങളുടെ ഓർമ്മകളായിട്ട് അവസരം കിട്ടുമ്പോൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞു കൊടുക്കത്തക്കൊണ്ടുള്ള ഓർമ്മകളായിട്ട് ശേഷിക്കുന്നു.